ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഹോളിഡേ ആണ്. സ്പെഷ്യൽ കാബൂളി മട്ടൻ പുലാവ്. നല്ല എല്ലൊക്കെയുള്ള മട്ടൻ നന്നായിട്ട് വേവിച്ചത്, അതിൻ്റെ ഒരു ഫ്ലേവറിലാണ് ഈ ഒരു പുലാവ് മൊത്തം ഉള്ളത്. ബിരിയാണിയിലൊക്കെ ഉള്ള പോലെ അധികം മസാലകളൊന്നുമില്ല. വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു പുലാവ്. മട്ടൻ നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാൻ വിനെഗറൊക്കെ ഇട്ടാണ് അത് കഴുകുന്നത്. അതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ട് അതൊന്ന് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കുമ്പോഴേക്കും ഈ പുലാവിന് ആവശ്യമുള്ള റൈസ് ഒന്ന് കഴുകി 10 മിനിറ്റ് വെള്ളത്തിലിട്ട് അതൊന്ന് ഊറ്റി വെക്കുക. അപ്പോഴേക്കും സവോള നീളത്തിലരിഞ്ഞതൊന്ന് വഴറ്റിയെടുക്കാം. ബിരിയാണിക്കൊക്കെ വഴറ്റുന്നത് പോലെ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി എടുത്താൽ മതി. ക്യാരറ്റും അതുപോലെ തന്നെ നീളത്തിലരിഞ്ഞത്, അതും ബിരിയാണിക്കൊക്കെ അരിയുന്നത് പോലെ തിന്നായിട്ട് അങ്ങനെയൊന്നും വേണ്ട. കിസ്മിസ്, കാഷ്യൂ ഉണ്ടെങ്കിൽ കാഷ്യൂ, പിന്നെ കിസ്മിസും ഇട്ട് ഒന്നൊന്ന് വഴറ്റിയെടുക്കുക. ഇത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ബിരിയാണിക്കൊന്നും ചെയ്യുന്ന പോലെ വേണ്ട, അതിൻ്റെ ആ പച്ച ചുവ എന്ന് മാറിയാൽ മതി. ഇനി ഒരു പാത്രത്തിൽ ഇതിനാവശ്യമുള്ള കറുവ, പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു കറുത്ത ഏലയ്ക്കയുണ്ട് വലുത്, അത് ഒന്ന് ചൂടാക്കി അതൊന്ന് പൊടിച്ച് മാറ്റി വെക്കുക. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിലേക്ക് മുമ്പേ നമ്മൾ മാറ്റി വെച്ചിരുന്ന സവോള, പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ അതും ചേർക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, മട്ടൻ വേവിക്കുമ്പോൾ അതിൽ വെള്ളമുണ്ടെങ്കിൽ, വെള്ളം ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് അളന്നെടുക്കേണ്ടതുണ്ട്. കാരണം ഇതിലേക്കിട്ടാണ് നമ്മൾ റൈസിനി വേവിക്കാൻ പോകുന്നത്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നെയ്യും ചേർക്കുക. നല്ല നെയ്യൊക്കെയുള്ള മട്ടനാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കണം. ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളമാണ് ചേർക്കുന്നത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾ ഏത് ബസ്മതി അരിയാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ പാക്കറ്റിലുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ചെയ്യുക. അപ്പോൾ മട്ടൻ വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് അളന്ന് അതും ഇതിലേക്ക് ഒഴിക്കുക. അതനുസരിച്ച് വേണം വെള്ളം ചേർക്കാനായിട്ട്. ഈ സമയത്ത് ഉപ്പ് ചേർക്കാൻ മറക്കണ്ട. 1 കപ്പ് അരിക്ക് 1 ടീസ്പൂണാണ് കണക്ക്. എത്ര അരിയാണോ ഇടുന്നത് അതനുസരിച്ച് ഉപ്പും ചേർക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന മസാലയുണ്ടല്ലോ, അതും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് പാതി ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുമ്പേ അരിഞ്ഞ് വഴറ്റി വെച്ചിരുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നത്. ബസ്മതി റൈസിന് അധികം വേവില്ലെന്നുള്ളത് അറിയാമല്ലോ. ഓരോ 5 മിനിറ്റിലും ഒന്ന് തുറന്നു നോക്കാം. പകുതി വെന്തു എന്ന് തോന്നുമ്പോൾ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ആ കൂട്ടത്തിൽ തന്നെ പുതിനയില ഉണ്ടെങ്കിൽ കുറച്ച് പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം കുറച്ച് പുതിനയില ഇട്ട് അടച്ച് വേവിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കാബൂളി മട്ടൻ പുലാവ് റെഡി. അധികം മസാലകളൊന്നും ഇല്ലാതെ എന്നാൽ നല്ല റിച്ചായിട്ടുള്ള, നല്ല ഫ്ലേവറിലുള്ള ഒരു പുലാവ്. ഒരു നല്ല സാലഡും അച്ചാറും കൂടെ ചേർത്ത് ഈ പുലാവ് സെർവ് ചെയ്യുമ്പോഴേക്കും ഒരു ഹോളിഡേ സ്പെഷ്യലാവാൻ വേറെ ഒന്നും വേണ്ട.